1.5 മണിക്കൂറോളമായി നിലവിൽ മടങ്ങാൻ തന്നെയല്ലേ തീരുമാനം? മടങ്ങം എന്നാണ് ഇപ്പോൾ കെ.സി. വേണുഗോപാലും പറഞ്ഞിരിക്കുന്നത്. ഹാഷ്മി, ഏതാണ്ട് 1.5 മണിക്കൂറോളമായി ഈ ഗാസിപൂർ അതിർത്തിയിൽ കോൺഗ്രസ് സംഘം കാത്തിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ പലതവണ UP പോലീസും ഒക്കെയായി സംസാരിച്ചു. അങ്ങോട്ടേക്ക് സമ്പൽ സന്ദർശിക്കാൻ അനുവാദം നൽകണമെന്ന് അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിലെ സ്ഥിതിഗതികൾ പരിഗണിച്ച സമ്പലിലേക്കുള്ള സന്ദർശനത്തിന് അനുവാദം നൽകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയായിരുന്നു UP സർക്കാരിന്റെ തീരുമാനം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മാധ്യമങ്ങളോട് സംസാരിച്ചതും അതുതന്നെയാണ്. UP പോലീസിന്റെ പെരുമാറ്റത്തിൽ നിന്ന് UPയിൽ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തമാണെന്നാണ് പ്രിയങ്ക ഗാന്ധി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ പോലീസ് വാഹനത്തിൽ സംഭാലിലേക്ക് താൻ ഒറ്റയ്ക്ക് പോകാമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് പോലും പോലീസ് അങ്ങനെ അനുവാദം നൽകാൻ പോലും തയ്യാറായിരുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് തന്റെ ഒരു അവകാശമാണ് ഇവിടെ ലംഘിക്കപ്പെട്ടത്. ഒപ്പം തന്നെ ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള കോൺഗ്രസിന്റെ പോരാട്ടം തുടരുമെന്നും രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിട്ടുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നപ്പോൾ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ ഗാസിപൂരിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് മറുവശത്ത് വാഹനങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ വലിയ ഗതാഗത കുരുക്കടക്കമുണ്ട്. ഒരു വശത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞിരിക്കുകയാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തകരെ പോലും മറുവശത്തേക്ക് കടത്തിവിടില്ല എന്ന നിലപാടിൽ തന്നെയാണ് UP പോലീസും ഉള്ളത്. സമാധാനപരമാണ് ഞങ്ങളുടെ സന്ദർശനമെന്നും ആ സന്ദർശനത്തിന് അനുവാദം നൽകണമെന്നുമുള്ളതായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. പക്ഷേ അങ്ങനെ ഒരു അനുവാദം നിലവിൽ തരാൻ കഴിയില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയായിരുന്നു UP പോലീസും തീരുമാനിച്ചത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗാസിപൂർ മേഖലയിൽ കോൺഗ്രസ് സംഘം ഇവിടെ തുടരുകയാണ് ഉണ്ടായിരുന്നത്. പിന്നാലെ ഈ നമ്മൾ നേതാക്കളൊക്കെയായി സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർ UP പോലീസുമായി സംസാരിച്ചിരുന്നു. അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. താൻ ഒറ്റയ്ക്ക് പോകാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതാണ്. പക്ഷേ എന്നിട്ട് പോലും അനുവാദം നൽകിയില്ല എന്നാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. UPയെ സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷമുണ്ടായ പശ്ചാത്തലത്തിൽ ഈ ഡിസംബർ 10 വരെ അവിടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ അങ്ങോട്ടേക്കുള്ള സന്ദർശനത്തിന് അനുവാദം നൽകാൻ കഴിയില്ല എന്നാണ് അവിടെ നിന്ന് പോലീസ് പറഞ്ഞത്. നേരത്തെ തന്നെ കോൺഗ്രസിന്റെ അജയ് റായുടെ നേതൃത്വത്തിലുള്ള സംഘം UPയിൽ പോകാനൊക്കെ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. സമ്പൽ സന്ദർശിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്പോഴും ആ സംഘത്തിന് വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധങ്ങളാണ് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോലീസിന്റെ അനുവാദം ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗ് എംപിമാർ, സമാജ്വാദി പാർട്ടി നേതാക്കളുടെ ഒക്കെ സംഘങ്ങൾ സമ്പൽ സന്ദർശിക്കാനായി തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇത്തരത്തിലേക്ക് ഒരു അനുവാദം ലഭിക്കാത്തതിനെ തുടർന്ന് പിന്നീട് മടങ്ങി പോകേണ്ടി വന്നു. ഇവിടെയും തൽസ്ഥിതി തന്നെയാണ് തുടരുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ വാഹനങ്ങളിലൊക്കെ നേതാക്കളുണ്ട്. ഒപ്പം തന്നെ അവരുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്. ഏതാണ്ട് 1 മണിക്കൂറിന് മുകളിലായി ഈ ഗാസിപൂർ അതിർത്തിയിൽ ഈ വാഹനങ്ങളൊക്കെ ഇങ്ങനെ നിരനിരയായി ഇവിടെ കിടക്കുകയാണ്. വലിയ പോലീസ് സന്നാഹങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെയുണ്ട്. ഈ അനുവാദം ലഭിക്കാത്ത സാഹചര്യത്തിൽ മടങ്ങി പോകുമെന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അറിയിച്ചിരിക്കുന്നത്. പക്ഷേ അതേസമയം ഈ ഭരണഘടനാ അവകാശങ്ങൾക്കായുള്ള തന്റെ പോരാട്ടം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. വലിയ സംഘർഷത്തിലേക്കടക്കം ഒരുപക്ഷെ കാര്യങ്ങൾ നീങ്ങിയേക്കുമായിരുന്നു. കാരണം വലിയ പ്രതിഷേധമൊക്കെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ കോൺഗ്രസ് സംഘത്തെ അങ്ങോട്ടേക്ക് കടത്തിവിടണമൊക്കെ അവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ രാഹുലിനും പ്രിയങ്കയ്ക്കും ഐക്യദാർഢ്യമൊക്കെ അറിയിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവരൊക്കെ ഈ മേഖലയിൽ ഇപ്പോഴും തുടരുകയാണ്. നമുക്ക് ഇങ്ങനെ ദൃശ്യങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ വാഹനങ്ങൾ തിരിച്ച് വിടുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെയാണ് പോലീസ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമ്പലിനെ സംബന്ധിച്ചിടത്തോളം ഈ മസ്ജിദ് സർവേയുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിൽ 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കുടുംബാംഗങ്ങളെയൊക്കെ നേരിൽ കാണുന്നതിനും മറ്റുമാണ് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഇന്ന് സമ്പലിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ടായിരുന്നത്. രാവിലെ അവർ വസതിയിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ ഈ അതിർത്തിയിൽ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം ഉണ്ടാകുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്ന് UP പോലീസ് തീരുമാനിച്ചിരുന്നു. പിന്നാലെ നമുക്ക് കാണാൻ കഴിയുന്ന പോലെ ബാരിക്കേഡുകൾ കൊണ്ട് നിരത്തി അതിർത്തി പൂർണ്ണമായും UP പോലീസ് അടച്ചു. അങ്ങോട്ടേക്കുള്ള ഒരു പ്രവേശനവും അനുവദിക്കില്ല എന്ന നിലപാട് തന്നെയാണ് എടുത്തത്. പിന്നാലെ നേതാക്കൾ UP പോലീസുമായി സംസാരിച്ചു, ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചു. പക്ഷേ നിലവിൽ സന്ദർശനത്തിന് അനുമതിയില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. പിന്നാലെ പോലീസിന്റെ വാഹനത്തിൽ താൻ ഒറ്റയ്ക്ക് അങ്ങോട്ടേക്ക് പോകാമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നു. പക്ഷേ അതിന് പോലും സന്ദർശനത്തിന് അനുമതിയില്ലെന്ന നിലപാടിൽ തന്നെയാണ് UP പോലീസ് ഉള്ളത്. ഇപ്പോൾ ഇതാ സന്ദർശനം നടത്താൻ കഴിയാതെ കോൺഗ്രസ് സംഘം ഈ ഗാസിപൂർ അതിർത്തിയിൽ നിന്നും മടങ്ങുകയാണ്. വിനിത വിജി വിവരങ്ങൾ നൽകുകയായിരുന്നു. 11 മണി മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പും ഉള്ള സമയവും. എന്തായാലും അത്ര മണിക്കൂറുകൾ നീണ്ട ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെടുന്നു. രാഹുൽ ഗാന്ധിക്ക് അനുവാദമില്ല, രാഹുൽ ഗാന്ധി ഒറ്റയ്ക്ക് പോകാം എന്ന് പോലീസിനെ അറിയിച്ചെങ്കിലും പോലീസ് അതിന് വഴങ്ങിയില്ല. അത് ഉറപ്പിച്ചു തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി തടയാൻ സമ്പൽ ജില്ലാ മജിസ്ട്രേറ്റ് അയൽ ജില്ലകൾക്ക് നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. അതിർത്തികളിൽ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നിന്ന് പുറപ്പെടുമ്പോൾ തന്നെ അതിർത്തികളിൽ ഒരുപാട് പോലീസ് വിന്യാസം, ഒരു യുദ്ധസമാന പോലീസ് വിന്യാസം അവിടെ നടത്തിയിരുന്നു പ്രതിപക്ഷ എംപിമാരെ തടയാൻ. ഈ മാസം 10 വരെ നിരോധനാജ്ഞയുണ്ട്. അതുകൊണ്ട് ആർക്കും പുറത്തൊന്നും വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതേസമയം ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ്, അദ്ദേഹത്തിനുള്ള അവകാശമുണ്ട്, പ്രിവിലേജ് ഉണ്ട്. ആ അവകാശ ലംഘനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് എംപിമാരൊക്കെ
അനുഗമിച്ചിരുന്നു. ഈ പറയുന്ന എന്താണ് ഷാഹി മസ്ജിദ് സർവ്വമായി നമുക്ക് ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ ആളുകളെ ഇവിടെ നിന്ന് തിരിച്ചു വിടുന്നതിന് മറ്റുമുള്ള ക്രമീകരണം ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഒപ്പം തന്നെ മറുവശത്തേക്ക് കടക്കാതിരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ട്. രാവിലെ 10 മണിയോടുകൂടി ഗാസിപൂരിലേക്ക് നിന്ന് എത്തിയതാണ് ഈ കോൺഗ്രസ് സംഘം. ഏതാണ്ട് 1.5 മണിക്കൂറോളം ഇവിടെ ഇങ്ങനെ തുടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. എന്താണെങ്കിലും ഇന്ന് സന്ദർശനത്തിലേക്ക് അനുമതി നൽകാൻ കഴിയില്ലെന്നൊരു നിലപാടിൽ തന്നെ UP പോലീസും ഉറച്ചു നിന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാധാനപരമായിരിക്കണം സന്ദർശനം എന്ന് നേരത്തെ തന്നെ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നു. മുൻപ് തന്നെ UP PCC അധ്യക്ഷൻ അജയ് റായുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സംഘം സമാധാനപരമായിട്ടുള്ള സന്ദർശനവുമായി മുന്നോട്ട് പോകുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സംഘത്തിന് പാർട്ടി ഓഫീസിലൊക്കെ പോലീസ് അവിടെ നിന്ന് തടയുകയും ആ സന്ദർശനത്തിന് അനുമതി എന്തായാലും ആ സംഘർഷത്തിൽ കൊല്ലപ്പെട്ടത് 5 പേരാണ്, 5 യുവാക്കളാണ് കൊല്ലപ്പെട്ടത്. അപ്പോൾ ആ മേഖല സന്ദർശിക്കണമെന്നുള്ളതായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു.